മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ താരം വിവാഹശേഷം സിനിമയിൽ നിന്നും നീണ്ട കാലത്തേക്കാണ് ഇടവേള എടുത്തിരുന്നത്. അപ്പോഴും മലയാള സിനിമയിൽ മഞ്ജു വാര്യർ എന്ന നടിയുടെ സ്ഥാനത്തെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ ഗംഭീര പ്രകടനങ്ങളും മേക്കോവറുകളുമായാണ് താരം തിരിച്ചെത്തിയത്. അതെല്ലാം തന്നെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും സിനിമാ വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട്. വ്യക്തിജീവിതത്തിലെ പ്രതിസന്ധികളെ ധീരമായി നേരിട്ട ശേഷമായിരുന്നു തിരിച്ചുവരവ്. വിഷമഘട്ടത്തിൽ ആശ്വാസവുമായി പ്രിയപ്പെട്ടവർ എല്ലാവരും മഞ്ജുവിനോടൊപ്പം ഉണ്ടായിരുന്നു. 14 വർഷത്തിനു ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ കുച്ചിപ്പുടി അരങ്ങേറ്റം നടത്തിയതിനു പിന്നാലെയാണ് മഞ്ജു വാര്യർ അഭിനയത്തിലേക്കും തിരിച്ചെത്തിയത്. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിലെ വിശേഷങ്ങൾ വീണ്ടും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മീനാക്ഷിയെ ഡാൻസ് പഠിപ്പിക്കാൻ എത്തിയ ഗീത ടീച്ചറാണ് തനിക്ക് പ്രചോദനമേകിയതെന്ന് മഞ്ജു വാര്യർ അന്ന് പറഞ്ഞിരുന്നു. ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കുടുംബ ജീവിതം ഒക്കെ ആയതോടെ കലയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. എല്ലാവരും പ്രോത്സാഹിപ്പിച്ചതോടെയാണ് ഒരു കൈ നോക്കാമെന്ന് മഞ്ജുവും തീരുമാനിച്ചത്. നൃത്തം തുടരുമോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ലെന്നുമായിരുന്നു മഞ്ജു വാര്യർ അന്ന് പറഞ്ഞത്. ഗുരുവായൂരിലെ അരങ്ങേറ്റം കഴിഞ്ഞ മഞ്ജുവിനോട് അന്ന് എല്ലാവരും ചോദിച്ചിരുന്നത് സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചായിരുന്നു. നൃത്തത്തിലൂടെയുള്ള തിരിച്ചുവരവ് അഭിനയത്തിലേക്കുള്ള മടങ്ങിവരവായി കണക്കാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല, കുച്ചിപ്പുടിയും അതിൻ്റെ അരങ്ങേറ്റവും ആയിരുന്നു മനസ്സിൽ എന്നായിരുന്നു മറുപടി. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലെന്നും അന്ന് മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു. മകളായ മീനാക്ഷിയും മഞ്ജുവിൻ്റെ അരങ്ങേറ്റം കാണാനായി എത്തിയിരുന്നു. അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഭാര്യയ്ക്കുമെല്ലാം മഞ്ജുവിൻ്റെ അരങ്ങേറ്റത്തിൽ അതീവ സന്തോഷമായിരുന്നു. പഴയ മഞ്ജു ആയില്ലേ എന്നായിരുന്നു മാധവ വാര്യർ സത്യനന്ദിക്കാടിനോട് ചോദിച്ചത്. തൂവൽ കൊട്ടാരത്തിലെ ചിത്രീകരണം കഴിഞ്ഞ് കണ്ട അതേ മഞ്ജുവിനെയാണ് താൻ ഇവിടെ കണ്ടതെന്നായിരുന്നു അരങ്ങേറ്റം കാണാനെത്തിയ സത്യനന്ദിക്കാട് പറഞ്ഞത്. മഞ്ജു വാര്യർ വീണ്ടും ചിലങ്ക അണിയുന്നു എന്നറിഞ്ഞപ്പോൾ ആ നിമിഷത്തിനായി എല്ലാവരും കാത്തിരുന്നത് പോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടതെന്നും സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു. തൂവൽ കൊട്ടാരത്തിലെ പാർവതി മനോഹരി എന്ന ഗാനരംഗം കഴിഞ്ഞ് ബാക്കപ്പ് പറഞ്ഞപ്പോൾ മുന്നിലെത്തിയ മഞ്ജുവിനെയാണ് ഗുരുവായൂരിലെ വേദിയിലും കണ്ടത്. 14 വർഷത്തെ ഗ്യാപ്പ് ഒരു നിമിഷം പോലും അനുഭവപ്പെടാത്ത തരത്തിലായിരുന്നു മഞ്ജുവിൻ്റെ പ്രകടനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ജീവിതത്തിലെ താൻ ഏറ്റവും കൂടുതൽ ടെൻഷനടിച്ച മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു ഗുരുവായൂരിലെ അരങ്ങേറ്റമെന്നും മഞ്ജു പ്രതികരിച്ചിരുന്നു. നേരത്തെയൊന്നും ഇത്ര ബാധ്യത ഉണ്ടായിരുന്നില്ല. മുൻപ് പ്രേക്ഷകർ എന്നിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാറില്ലായിരുന്നു. വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ കോമാളിയാകേണ്ടി വരുമോ എന്നോർത്തായിരുന്നു ടെൻഷൻ അടിച്ചത്. താൻ വീണ്ടും ചിലങ്ക അണിയുന്നത് വാർത്താ പ്രാധാന്യമായി മാറുമെന്ന് കരുതിയില്ലെന്നുമായിരുന്നു മഞ്ജു പറഞ്ഞിരുന്നത്.